ഒരു കാല് തരാൻ അപസ്മാരാണല്ലോ പഠിച്ചത്. എന്താണ് ഇരുമ്പ് നഷ്ടം വിട്ടു വരാൻ? അപസ്മാരം തന്റെ വാപ്പയ്ക്ക. താക്കോൽ കൈ കൊടുക്കുന്നത് അല്ല, താക്കോൽ പിടിക്കാൻ കൊടുത്തതിന്റെ ഗുണമായി കാണിക്കുന്നത്. ദിവസം 4 തവണ കാല് പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായിന്നാ വിചാരം. മക്കളാണോ മരുമക്കളാണോ എന്ന് ഞാൻ നോക്കൂല. നാറി തുടങ്ങിയാൽ സകലതും പഠിക്കു പുറത്ത്. അത് ശരി. അപ്പൊ മക്കൾ അച്ഛന്റെ കാല് പിടിക്കായിരുന്നില്ലേ? സത്യം പറയാലോ, എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബാപ്പന്റെ കാല് പിടിച്ചിട്ടില്ല. അതെന്താ, തന്റെ ബാപ്പയ്ക്ക് കാലില്ലേ? കാലിലഞ്ഞിട്ടല്ല, ഓർമ്മ വെച്ച കാലം മുതൽ നമ്മള് ബാപ്പ ദുബായിലാ. ബാപ്പ ദുബായിന്റെ ലീവിൽ വരുമ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബാപ്പ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ബാപ്പി ഞാൻ ഇതുവരെ തമ്മ കണ്ടില്ല. പിന്നെ എങ്ങനെ ഇത് പിടിക്കും? എന്താ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? ആ, ഇത് ഈ മാസത്തെ എന്റെ വീട്ടിന്റെ വാടക. ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം. ഏയ്, ഇന്ന് അച്ഛന്റെ ജന്മദിവസം അച്ഛൻ ഒന്നും കൈ നീട്ടി വാങ്ങാറില്ല, കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ. ഏട്ടാ, വീട് വാടക കൊടുക്കുമ്പോ ഇതൊന്നും കോയോട് പറഞ്ഞിട്ടില്ലേ? ഞാനായിട്ട് പറയുന്നത് നല്ലതാണേടാ, നേരിട്ട് വന്ന് അറിയുന്നത്. ആ, അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈ നീട്ടി ഞാനൊന്നും വാങ്ങാറില്ല. ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട, അത് താൻ തന്നെ വെച്ചോ. പടച്ചോൻ സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് കൊല്ലത്തൊരു ദിവസം ജനിച്ചാ പോരാ. ഓരോ മാസം എല്ലാ 1-ാം തീയതി അങ്ങനെ 12 മാസം ജനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ജനിക്കണം എന്ന് തന്നെയാ എന്റെയും മോഹം. ഈ വീട് വിട്ടുപോവാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ. മരിക്കരുതേ എന്നാ എന്റെ പ്രാർത്ഥന.